ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ബേസിക് ട്യൂട്ടോറിയലിൽ 5 സ്റ്റിച്ചസ് ആണ് പഠിച്ചേക്കുന്നത്. ഇന്ന് നമ്മൾ മറ്റു 4 സ്റ്റിച്ചസ് ആണ് കാണാൻ പോകുന്നത്. ഈ 4 സ്റ്റിച്ചസും എങ്ങനെയാണ് നമ്മളൊരു വട്ടത്തിലൊരു പൂ തയ്ക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ വട്ടത്തിൽ നമ്മൾ പൂ തയ്ക്കാൻ നേരത്ത് പല സ്റ്റിച്ചസും ഉപയോഗിക്കാറുണ്ട്. ഫ്രഞ്ച് നോട്ട് എടുക്കാം, ബുളിയൻ നോട്ട് എടുക്കാം, ലേസി ഡേസി എടുക്കാം, സാറ്റിൻ സ്റ്റിച്ച് എടുക്കാം. അങ്ങനെ പല പല സ്റ്റിച്ചസ് നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ഇതൊന്നും അല്ലാത്ത വേറെ 4 സ്റ്റിച്ചസ് ആണ് കാണിക്കാൻ പോകുന്നത്. അത് ബേസിക്കലി കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് റൗണ്ടിലൊരു പൂ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ 4 സ്റ്റിച്ചസ് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 4 സ്റ്റിച്ചസ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ ആദ്യം തന്നെ തയ്ക്കാനായിട്ടൊരു കുഞ്ഞ് സർക്കിൾ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സർക്കിളിൻ്റെ പുറത്തുനിന്ന് എപ്പോഴും ഡിസൈൻ വരയ്ക്കുന്നതിൻ്റെ പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു. അല്ലെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഡിസൈൻ്റെ മാർക്ക് ഉള്ളിലാണ് കുത്തണമെങ്കിൽ അതിൻ്റെ മാർക്ക് കാണാൻ പറ്റും വരച്ചേക്കുന്നതിൻ്റെ. സെൻറ്ററിലോട്ട് ഇതുവരെ ചെയ്യാം. നമ്മൾ ഈ സർക്കിളിനെ 5 ആയിട്ട് പാർട്ടീഷൻ ചെയ്യുവാണ്, 5 ആയിട്ട്. നമ്മൾ ഈ റോസറ്റി സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരു റോസാപ്പൂ തയ്ക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഈ സ്റ്റിച്ച് ഇന്ന് കാണിക്കുന്ന 4 സ്റ്റിച്ചിനും ആങ്കറിൻ്റെ 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്താണ് ഞാൻ തയ്ക്കുന്നത്. എല്ലാത്തിനും 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്യണം, എന്നാലും അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ. നമ്മൾ 5 ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എടുക്കാം. സൂചി എടുത്തിട്ട് ഇനി ഓൾട്ടർനേറ്റ് ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ, ഒന്നിൻ്റെ മേലേക്കൂടെ ഒന്നിൻ്റെ താഴത്തേക്കൂടെ അങ്ങനെ നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇത് തയ്ക്കാൻ നേരത്ത് 6 സ്ട്രാൻഡ്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഈ കോല് തയ്ക്കാൻ നേരത്ത് 2 സ്ട്രാൻഡ്സ് ആയാലും യൂസ് ചെയ്ത് വെച്ചാൽ മതി. അത് തയ്ച്ചു കഴിഞ്ഞ് കെട്ടിയിട്ടിട്ട് പിന്നെ ഇങ്ങനെ ചുറ്റിക്കാൻ നേരത്ത് 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഒത്തിരി അങ്ങ് വലിച്ച് ഇതാക്കണ്ട, പയ്യെ ഒന്ന് പയ്യെ വലിച്ചാൽ മതി, ഒത്തിരി വലിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ അങ്ങ് ഫില്ല് ചെയ്തെടുത്താൽ മതി. ഒരു റോസാപ്പൂവിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഡബിൾ ഷെയ്ഡ് ത്രെഡ് ഇട്ട് തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ടൊക്കെ പോകുന്ന ആ ഒരു എഫക്റ്റ് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം നമ്മളിവിടെ തയ്ച്ച് താഴത്തോട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ഇപ്പോൾ ഇതുവരെ ഒരു ത്രെഡ് ഇവിടെ കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ഇവിടെ മാത്രം ഒന്ന് ഈ 2 പോർഷനിൽ മാത്രമായിട്ടൊന്ന് എടുത്തിട്ട് തയ്ക്കാം. അപ്പോൾ ആ ത്രെഡ് നീണ്ടിരിക്കുന്നത് കാണത്തില്ല. അത് ഈ ഒരു പോർഷനിൽ മാത്രം നമുക്കിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഓൾട്ടർനേറ്റ് ആയിട്ട് എടുത്ത് ചെയ്ത് തീർക്കാവുന്നതാണ്. ഇപ്പം ഇത് ഒരു ഫ്ലവർ, ഇതാണ് റോസറ്റി സ്റ്റിച്ച്. ഇനി അടുത്ത സ്റ്റിച്ച് നമുക്ക് കാണാം. ഇനി നമ്മൾ കാണാൻ പോണത് ഒരു ലൂപ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ പുറത്തേക്കൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരേ ലൂപ്പ് ഉണ്ടാക്കുകയാണ്. കൃത്യം സർക്കിളിൻ്റെ അവിടെ സർക്കിളിൻ്റെ പുറത്തേക്കൂടെ ഔട്ട്ലൈനിൽ കൂടെ തന്നെയാണ് നമ്മൾ തയ്ച്ച് വരുന്നത്. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഫുൾ എന്തോരമാണ് നമുക്ക് ലൂപ്പ് വേണ്ടത്, പൂവിൻ്റെ ഇതൾ എന്തോരമാണ് പൊങ്ങിയിരിക്കേണ്ടത് അത്രയും ലൂപ്പ് വെച്ചിട്ട്, ഇപ്പോൾ ഇത്ര വേണ്ടെങ്കിൽ ഇത്രയും വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ പൊക്കുകയാണ്. അപ്പോൾ ഈ ലൂപ്പ് വലിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൈ അവിടെ മുറുക്കെ പിടിച്ചിട്ട് വേണം വലിക്കാൻ. എന്നിട്ട് ത്രെഡ് വലിക്കുക. ഇനി അടുത്ത ലൂപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തോരമാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത്രയാണ് വേണ്ടത്. അപ്പം ഇവിടെ കുത്തുക. ഈ സെയിം ആദ്യം എടുത്ത ലൂപ്പിൻ്റെ അത്രയും തന്നെ രണ്ടാമത്തെ ഇനിയുള്ള എല്ലാ ലൂപ്പും ആ സെയിം ഹൈറ്റിൽ തന്നെ വേണം. അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ താത്തിയ ആ ത്രെഡിൻ്റെ അവിടെ തന്നെ നമ്മൾ പൊക്കുക. ആ സെയിം ഹോളിൽ തന്നെ എടുക്കണമെന്നില്ല, ആ തൊട്ടടുത്ത് തന്നെ നമ്മൾ കുത്തിയെടുക്കുക. ഇങ്ങനെ എപ്പോഴും ഈ ത്രെഡിൽ ഇത് വേണം, കൈ പിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ വലിക്കുമ്പോൾ
സൂചി വലിക്കുമ്പോൾ ഈ ത്രെഡ് താഴത്തോട്ട് വലിഞ്ഞു പോകും, ലൂപ്പിൻ്റെ സൈസ് നേരെ മാറിപ്പോകും. അതുകൊണ്ട് എപ്പോഴും ത്രെഡിൽ കൈ പിടിച്ചുകൊണ്ടിരിക്കണം. വീണ്ടും ഈ ആദ്യം താത്തിയതിൻ്റെ ത്രെഡിൻ്റെ അടുത്ത് തന്നെ നമ്മൾ കുത്തിയെടുക്കുക. ഇങ്ങനെ നമ്മൾ ഫുൾ റൗണ്ടും ഔട്ട്ലൈനും ഇതുവരെ ചെയ്യുക. അപ്പോൾ ഇൻ കേസ് വലിച്ചത് കൂടിപ്പോയി, ലൂപ്പിൻ്റെ സൈസ് കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ ഇതുവരെ സൂചി വെച്ച് നമുക്ക് പൊക്കി സെയിം ഹൈറ്റിലോട്ട് ആക്കിയെടുക്കാം. ഇത് തയ്ക്കുമ്പോൾ നമുക്ക് നൂല് നല്ലോണം വേണം, അതുപോലെ തന്നെ ഈ നല്ലോണം ശ്രദ്ധിച്ച് വേണം ലൂപ്പിൻ്റെ സൈസ് എല്ലാം സെയിം ആവാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിച്ച് വേണം തയ്ക്കാനായിട്ട്. ഇതും 6 strands യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ തയ്ക്കുന്നത്. ഇത് ഫ്ലവേഴ്സ് തയ്ക്കാനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം സ്കേർട്ടിനൊക്കെ ഡ്രസ്സിനൊക്കെ ഫ്രിൽസ് പോലെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ലെയർ പോലെയായിട്ട് കിടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തയ്ക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. ഇതുവരെ നമുക്ക് ഫുൾ ഔട്ട്ലൈനും തയ്ച്ചെടുക്കാം. അപ്പം നമ്മൾ ഒരു റൗണ്ട് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെ നമ്മൾ തയ്ക്കുകയാണ്. അപ്പം അടുപ്പിച്ച് തയ്ച്ചാൽ അത്രയും തിക്നെസ്സിൽ നമ്മുടെ ഫ്ലവർ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പൂവിന് വേറെ കളറ് വേണം എന്നുണ്ടെങ്കിൽ ഉള്ളിലത്തെ ഫില്ലിങ്ങിന് വേറെ ലൈറ്റ് കളേഴ്സോ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സോ എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്ലവറിൻ്റെ ഇതുപോലെ ഡിസൈൻ പോലെ നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഇതുവരെ തന്നെ ഇത് ഫുള്ളും ഫില്ല് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഫുള്ളും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കണമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പൂവിൻ്റെ ഫുള്ളും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളിൽ നമുക്ക് ഫ്രഞ്ച് നോട്ടാണെങ്കിൽ ഫ്രഞ്ച് നോട്ട് തയ്ക്കാം. അപ്പോൾ അത് ആദ്യം തയ്ച്ചിട്ട് ഈ ലൂപ്പ് തയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഫ്രഞ്ച് നോട്ട് തയ്ക്കുമ്പോൾ ഇത് ഓരോ ലൂപ്പും ഇങ്ങനെ മടങ്ങി പോകും. അപ്പോൾ അത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും തയ്ക്കുന്നത്. ബീഡാ വെക്കണമെങ്കിൽ ഏറ്റവും അവസാനം വെച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു ബീഡാണ് വെക്കുന്നത്. അപ്പം നമുക്ക് ബീഡ് സെൻറ്ററിൽ വെക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂ കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു 3D എഫക്റ്റുള്ള ഒരു പൂ കാണാം. അപ്പോൾ അതുപോലെ നമുക്ക് ഇതാണ് ലൂപ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് കാണാൻ പോവാം. ഇനി നമുക്ക് സ്പൈഡർ സ്റ്റിച്ച് എങ്ങനെ തയ്ക്കണമെന്ന് കാണാം. അപ്പോൾ സ്പൈഡർ സ്റ്റിച്ചിന് എപ്പോഴും കുഞ്ഞ് സർക്കിൾ എടുക്കുന്നതാണ് നല്ലത്. കുറച്ചും കൂടെ ഭംഗി കിട്ടുന്നത് അത് കുഞ്ഞ് സർക്കിളിനാണ്. നമ്മളെപ്പോഴും ഡിസൈൻ്റെ പുറത്തുനിന്ന് ഇതിങ്ങനെ ത്രെഡ് കുത്തിയെടുക്കുക. ഇത് നമ്മൾ സ്പൈഡർ തയ്ക്കാൻ നേരത്തെ ഒരു സർക്കിളിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സ്പൈഡർ സ്റ്റിച്ച് പേൾ കോട്ടൺ ത്രെഡ് ഇട്ട് തയ്ച്ചാലും നല്ലതാണ് കാണാൻ. ആങ്കർ ത്രെഡിനേക്കാളും കൂടുതൽ ഫിനിഷിങ് കിട്ടുന്നത് പേൾ കോട്ടൺ ത്രെഡ് ഇട്ട് തയ്ക്കുമ്പോഴാണ്. പക്ഷേ കുറച്ചും കൂടെ സമയം എടുക്കും അത് ഫില്ലായി വരാനായിട്ട്. ആങ്കറിൻ്റെ ത്രെഡ് 6 strands ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഒരു സർക്കിൾ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഒരു കെട്ട് പോലെ നമുക്ക് വരണം. അപ്പം നമ്മൾ ഈ സെൻറ്ററിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടീഷൻ്റെ സൈഡിൽ നമ്മൾ കുത്തിയെടുക്കുകയാണ്. ഉള്ളിൽ കുത്തിയെടുത്തിട്ട് നമ്മൾ അതൊരു എല്ലാ ത്രെഡിൻ്റെ മേളിൽ കൂടെ പാസ് ചെയ്യണ മാതിരി ഒരു കെട്ടിടാൻ പോവാം. എന്നുവെച്ചാൽ ഒന്ന് എല്ലാ ത്രെഡിനെയും കൂടി ഒന്ന് ഉടക്കി വെക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ എവിടെയെങ്കിലും നമ്മൾ എടുത്ത് വെച്ചാൽ മതി. ഇന്നടുത്ത് എടുക്കണം എന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു സൈഡിലെടുത്തിട്ട് ഇതുവരെ ഒന്ന് ഉടക്കി വെക്കുക. എന്നിട്ട് വീണ്ടും ഏത് സൈഡിൽ വേണമെങ്കിലും നമുക്ക് കുത്തിയെടുക്കാം. എവിടെ എടുത്താലും കുഴപ്പമില്ല. എടുത്തതിൻ്റെ ബാക്കിലത്തെ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ ഇവിടെയാണ് നമ്മൾ നൂല് പൊക്കി എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഈ ത്രെഡിൻ്റെ ബാക്കിലുള്ള ത്രെഡിൻ്റെ താഴെയും ഫ്രണ്ടിലുള്ള ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നീഡിൽ പാസ് ചെയ്യണം. വീണ്ടും ഈ ബാക്കിലുള്ളതും ഫ്രണ്ടിലുള്ളതിൻ്റെ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നീഡിൽ പാസ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ പാസ് ചെയ്ത് വരുമ്പം നമുക്ക് ഈ 8 സ്പൈഡറിനെ പോലെ 8 കാല് മാതിരി നമുക്ക് കാണാൻ പറ്റും. ഇതിന് വേറൊരു പേരും പറയും, വീൽ സ്റ്റിച്ച് എന്നും പറയും. വീല് പോലെ ഇരിക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ സ്പൈഡർ വെബിനെ പോലെ ഇരിക്കും. അപ്പോൾ 2 രീതിയിൽ ഇരിക്കുന്ന കാരണം സ്പൈഡർ വെബ് അല്ലെങ്കിൽ വീൽ സ്റ്റിച്ച് എന്നും പറയും ഇതിന്. ഇതിപ്പോൾ നമ്മൾ കയറിയ വന്നേന്നുണ്ടെങ്കിൽ സൂചി വെച്ചിട്ട് ഇങ്ങനെ ത്രെഡ് ഒന്ന് താത്തി കൊടുത്താലും വൃത്തിയായിട്ടിരുന്നോളും ത്രെഡ്. നമുക്കിതുപോലെ ഇങ്ങനെ ചെയ്ത് ഫുള്ളും ഫില്ല് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ സ്പൈഡർ സ്റ്റിച്ച്.
ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്ന ടർക്കി സ്റ്റിച്ച് എന്ന് പറഞ്ഞ സ്റ്റിച്ചാണ്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന 6 strands ആങ്കറിൻ്റെ ത്രെഡാണ്. അതിൻ്റെ താഴെ കെട്ടിടേണ്ട ആവശ്യമില്ല. നമ്മൾ മേളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ സൂചി താത്തുക. അപ്പോൾ കെട്ടിടേണ്ട ആവശ്യമില്ല. മേളിൽ നിന്നാണ് നമ്മൾ താഴത്തോട്ട് പോകുന്നത്. തുടങ്ങണ തന്നെ അടിയിൽ നിന്നല്ല, മേളിൽ നിന്നാണ്. നമുക്ക് എന്തോരം ലെങ്ത്താണ് നമ്മുടെ പൂവിൻ്റെ പെറ്റലിന് വേണ്ടത്. ഇപ്പം ഇത്രയും ലെങ്ത് ആണെങ്കിൽ അവിടെ വെച്ച് നിർത്തുക. അതിലും കുഞ്ഞിതാ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഉള്ളിലോട്ട് വലിച്ച് അവിടെ അങ്ങ് നിർത്തുക. ഇപ്പോൾ ഈ നീള വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ച് നിർത്തിയിട്ട് ഇതുവരെ കൈ ഒന്ന് പിടിക്കുക, ത്രെഡ് താന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ കുത്തിയെടുത്തതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒന്ന് സൂചി എടുക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് ഇത് എടുത്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് റൈറ്റ് സൈഡിൽ നമ്മൾ താത്തുക. അപ്പോൾ അത് ഒന്ന് ഉറപ്പിച്ച് വെക്കുന്നത് താഴത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഉടക്കി വെക്കുകയാണ്. ഇനി വീണ്ടും നമ്മൾ ഈ ആദ്യം എടുത്ത് നമ്മൾ സൂചി ത്രെഡ് ഇവിടെയുള്ള മേളിലുള്ള ത്രെഡ് എടുത്തതിൻ്റെ അവിടെ നിന്ന് എടുക്കുക, വീണ്ടും എടുക്കുക. ഇനി ഈ ലെങ്ത്തിൽ തന്നെ നമ്മളൊരു ലൂപ്പ് ഫോം ചെയ്യുക. ഈ ത്രെഡിൻ്റെ ലെങ്ത്തിൽ നമ്മൾ ലൂപ്പ് ഫോം ചെയ്യണം. ലൂപ്പ് ഫോം ചെയ്തിട്ട് അത് ഇതുവരെ പിടിച്ചിട്ട് വീണ്ടും നമ്മൾ ഈ ഇവിടെ ആദ്യം വെച്ച് ആ സ്ഥലത്തു നിന്ന് അവിടെ നിന്ന് വീണ്ടും നമ്മൾ കുത്തിയെടുത്തിട്ട് ഇപ്പം നമ്മൾ താത്തിയതിൻ്റെ തൊട്ടപ്പുറേ റൈറ്റ് സൈഡിൽ നമ്മൾ താത്തുക. അപ്പോൾ നമ്മൾ അത് ഉടക്കി വെക്കുക. വീണ്ടും ആദ്യം എടുത്ത ലൂപ്പിൻ്റെ അവിടെ നിന്ന് നമ്മൾ കുത്തിയെടുക്കുകയാണ്. വീണ്ടും ഈ സെയിം ലൂപ്പിൻ്റെ ഹൈറ്റിൽ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറയായിട്ട് താത്തുന്നു. ലൂപ്പെല്ലാം സെയിം ഹൈറ്റ് ആവാൻ നോക്കുക, ശ്രമിക്കുക. ഇത്തിരിയൊക്കെ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്ത് ശരിയാക്കാം. വീണ്ടും ഇപ്പം നമ്മൾ താത്തിയതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എടുക്കുക, എന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് താത്തുക, ഉടക്കി വയ്ക്കുക. അങ്ങനെ നമ്മൾ ഈ ഫുൾ സർക്കിൾ നമ്മൾ സർക്കിൾ ചെയ്ത് എന്ന് വെച്ചാൽ ഫുള്ളും സർക്കിളിലും നമ്മൾ ചുറ്റി ഇതുവരെ തന്നെ എടുക്കുക, ലൂപ്പ് ഫോം ചെയ്തെടുക്കുക. വീണ്ടും ഇതുവരെ തന്നെ നമ്മൾ ലൂപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി ലൂപ്പ് ഉണ്ടാക്കുമ്പം ഈ ഹൈറ്റിൽ തന്നെ അല്ലെങ്കിൽ അതിൽ കുറവായിട്ട് ചെയ്യാമുള്ളൂ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലോട്ടാണ് തയ്ച്ച് വരുന്നത്. മറ്റേ ലൂപ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പോലെ തന്നെ ആദ്യം പുറത്തത്തെ ഔട്ടർ തയ്ച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് തയ്ക്കുന്നത്. ഇതുവരെ തന്നെ ഉള്ളിൽ ഒരു റൗണ്ടും കൂടെ നമുക്ക് തയ്ച്ചിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ടാസൽസ് പോലെ ആക്കി കട്ട് ചെയ്തിട്ട് അങ്ങനെയും വെക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്രഞ്ച് നോട്ടോ ബീഡ്സോ സ്റ്റോണോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ സാറ്റിൻ സ്റ്റിച്ചോ എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ലൂപ്പ് എൻ്റെ ഇപ്പോൾ ഇറങ്ങിപ്പോയി, അതിപ്പോൾ കൈ പിടിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പം എപ്പോഴും ആ ലൂപ്പിനകത്ത് കൈ ഒന്ന് ഇതുവരെ ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ താഴത്തോട്ട് പോകത്തില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡബിൾ ഷെയ്ഡ് ഇടണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇതിന് ഡാർക്ക് ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് തയ്ച്ചാലും നല്ല ഭംഗിയായിട്ടിരിക്കും. തയ്ക്കുമ്പോൾ കുറച്ചും കൂടെ സമയം എടുക്കും നമ്മൾ തയ്ക്കാനായിട്ട്. ഈ സ്റ്റിച്ചൊക്കെ തയ്ക്കാൻ നേരത്ത് കുറച്ചും കൂടെ സമയം എടുക്കും. നമുക്കിങ്ങനെ ഈ ലൂപ്പ് ഫോം ചെയ്യുന്ന കാരണം ശ്രദ്ധിച്ച് ഒരേ ഹൈറ്റിൽ സെയിം ഹൈറ്റിലൊക്കെ വെച്ചിട്ട് തയ്ക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഈ സെക്കൻഡ് റൗണ്ടും കൂടെ ഇതുവരെ ലൂപ്പ് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടർക്കി സ്റ്റിച്ച് വെച്ച് മുഴുവൻ തയ്ച്ചു കഴിഞ്ഞു. നമുക്ക് ഇങ്ങനെ പൂവായിട്ട് വെക്കാൻ, എന്നിട്ട് നടുക്ക് ബീഡോ എന്തെങ്കിലും വെച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളും ഈ ലൂപ്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ലൂപ്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് എല്ലാ ലൂപ്സും സെയിം ഹൈറ്റ് ആവണം. ഇൻ കേസ് സെയിം ഹൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ട്രിം ചെയ്തെടുക്കണം. നമ്മുടെ പൂവിൻ്റെ സൈസിന് എന്തോരം സൈസാണ് നമുക്ക് വേണ്ടേ എന്ന് വെച്ചാൽ ആ ഒരു സൈസിൽ നമ്മൾ ട്രിം ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ലൂപ്പും ഇതുവരെ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം
നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിൽ ഫ്രഞ്ച് നോട്ടാണ് വേണ്ടേ എന്നുണ്ടെങ്കിൽ ആദ്യം ഫ്രഞ്ച് നോട്ട് ചെയ്യുക, എന്നിട്ട് ഈ സ്റ്റിച്ച് ചെയ്യാൻ പോവുക. അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഫ്രഞ്ച് നോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ എല്ലാ ഈ നൂലുകളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഫ്രഞ്ച് നോട്ട് ചെയ്യുക. ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സൂചി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചീപ്പോ എന്താണെന്ന് വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം വിടിയിക്കുക. ഈ 6 സ്ട്രാൻഡ്സ് ഇപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് നമ്മൾ നല്ലോണം വിടിയിച്ചെടുക്കുക. ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് സൂചി വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രിം ചെയ്തെടുക്കാം. ഒരു സർക്കിൾ ഷേപ്പിൽ നമ്മുടെ പൂവിൻ്റെ എന്തോരം വട്ടാ വേണ്ടേ എന്ന് വെച്ചാൽ. ഇത് ആദ്യം തന്നെ ലൂപ്പെല്ലാം സെയിം ഹൈറ്റിൽ വരുവാണെങ്കിൽ നമുക്കധികം ട്രിം ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇൻ കേസ് തെറ്റിപ്പോയാൽ നമുക്ക് ഇതുവരെ ട്രിം ചെയ്തെടുത്ത് വെച്ചാൽ മതി. ഇനിയും തിക്കായിട്ട് പൂ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടുപ്പിച്ച് തയ്ച്ചാൽ മതി. നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടുന്നതായിരിക്കും. ഞാനൊന്ന് ട്രിം ചെയ്തെടുക്കാം. ഇതിപ്പോൾ സെൻറ്ററിൽ നമ്മളൊരു ബീഡ് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ ഫീൽ ചെയ്യും. അപ്പം ഞാനിവിടെ സെൻറ്ററിലൊരു ബീഡാണ് വെക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് പൂവുണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ലൂപ്പായിട്ടിരുന്ന് വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്കാം, പൂവായിട്ട് വെക്കാം. അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഇതുവരെ ഇങ്ങനെയായിട്ടും പൂവായിട്ട് വെക്കാം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്ന ഈ 4 സ്റ്റിച്ചും 6 സ്ട്രാൻഡ്സ് വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട്. സ്പൈഡറും ഈ റോസറ്റി സ്റ്റിച്ചും മാത്രം വേണമെങ്കിൽ പേൾ കോട്ടൺ ത്രെഡ് ഇട്ട് വേണമെങ്കിലും തയ്ക്കാം. ബാക്കിയുള്ളതൊക്കെ ആങ്കറിൻ്റെ ത്രെഡ് ഇട്ട് തയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മൾ 4 സ്റ്റിച്ചസ് ഇന്ന് കണ്ടല്ലോ. ഇതിൽ 4 സ്റ്റിച്ചസും നമ്മൾ തയ്ക്കുമ്പോൾ ഒത്തിരി വലിയ സർക്കിൾ വരയ്ക്കാതെ കുഞ്ഞു സർക്കിളിൽ തയ്ക്കുമായിരിക്കും അതിൻ്റെ കുറച്ചും കൂടെ ഭംഗി കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക. ഒത്തിരി വലിയ സർക്കിൾ തയ്ച്ചാൽ അത്രയ്ക്ക് ഭംഗി കിട്ടത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പൈഡർ സ്റ്റിച്ച് എടുക്കുകയാണെങ്കിൽ അത് ഒത്തിരി പൂക്കളുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ പൂവിൻ്റെ സൈസ് വളരെ കുഞ്ഞിതാക്കി എടുക്കുകയാണെങ്കിൽ, കുഞ്ഞു സർക്കിൾ എടുക്കുകയാണെങ്കിൽ അത് തയ്ച്ചാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും വലിയത് തയ്ക്കുന്നേക്കാളും. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പിൻ്റെ അകത്ത് വലിയ സർക്കിളാണ്, പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് ഫ്ലവേഴ്സേ ഉള്ളൂ. പക്ഷെ ബഞ്ചായിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് നിങ്ങൾ തയ്ക്കണുണ്ടെങ്കിൽ അതിലെപ്പോഴും ഒരു കുഞ്ഞു സർക്കിൾ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.